ഹലോ, ഇന്ന് നമുക്ക് ക്ലേ വെച്ചിട്ട് കുറച്ചധികം ഐറ്റംസ് കാണാം. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന, അവർക്ക് കളിക്കാനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഐറ്റംസാണ്. അപ്പോൾ മറക്കാണ്ട് എല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ഫ്ലവർ കീ ചെയിനാണ്. അതിന് 5 ഓറഞ്ച് കളർ ക്ലേ എടുത്ത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയ ഒരു ടൂൾ ഉപയോഗിച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കാം. അതൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയാണ്. ഇനി നമുക്ക് നടുക്ക് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു ഐ പിൻ ഇൻസേർട്ട് ചെയ്ത് ഒരു ഹാങ്ങിങ്ങും കൂടെ കൊടുത്താൽ നമ്മുടെ അടിപൊളി കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ മറ്റൊന്നും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ ബാഗിലൊക്കെ ഹാങ് ചെയ്യാൻ വളരെ ക്യൂട്ടായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഒരു ആമക്കുട്ടനെയാണ്. അപ്പോൾ ആമക്കുട്ടനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഒരു പിങ്ക് കളർ എടുത്തിട്ട് ആമയുടെ പുറത്തെ തോട് പോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഒരു ലൈറ്റ് പിങ്ക് എടുത്ത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അറ്റഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ആമയുടെ തലയും വാലും കാലും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉൾവശത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് പ്രസ് ചെയ്താൽ അത് അനങ്ങാണ്ട് അവിടെ തന്നെ ഇരുന്നോളും. ഇനി നമുക്ക് വാല് സെറ്റ് ചെയ്യാം, പിന്നെ കാലും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ആമയുടെ പുറം ഭാഗത്തെ പണികളൊക്കെ ചെയ്യണം. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, എങ്കിലും എനിക്ക് അറിയാവുന്നത് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 കണ്ണും കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തതും 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് അടുത്ത ഐറ്റം കാണാം. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു പിൻട്രസ്റ്റ് ഐറ്റമാണ്. പിൻട്രസ്റ്റിൽ നിന്നാണ് ഇതെല്ലാം എനിക്ക് കിട്ടിയത്. അപ്പം നമുക്കിതുപോലൊരു ഡക്കിന് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു യെല്ലോ കളർ ക്ലേ എടുത്ത് ഒന്ന് ഉരുട്ടി പരത്തി ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിനി പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഒരു സെക്കൻഡ് മതി. സെക്കൻഡുകൾ കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ണ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ചുണ്ടാണ്. ചുണ്ടും ഒരു പിങ്ക് കളർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ണിൻ്റെ ഉൾഭാഗത്തേക്ക് ഞാൻ കുറച്ച് വെള്ളയും കൂടെ അപ്ലൈ ചെയ്തപ്പോൾ കുറച്ചും കൂടെ ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. അപ്പോൾ എങ്ങനെയുണ്ട്? ഡക്കും നന്നായിട്ടില്ലേ? ഇവിടെ മക്കൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കുറേ കളിക്കുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്തത് ഐറ്റം കാണാം. അടുത്തത് വളരെ യൂസ്ഫുള്ളായ ഒരു ഐറ്റമാണ്. എൻ്റെ മോൻ പെൻസിലിൻ്റെ ബാക്ക് ഫുള്ള് കടിക്കണ ഒരാളാണ്. എപ്പോഴും ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. എത്ര പറഞ്ഞാലും അവൻ കേൾക്കില്ല. അപ്പോൾ അങ്ങനെ കടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്താൽ വളരെ നന്നായിരിക്കും. അപ്പം നമ്മളൊരു വൈറ്റ് ക്ലേ എടുത്തിട്ട് നമ്മളൊരു കരടിക്കുട്ടനെയാണ് ഇവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. വൈറ്റ് ക്ലേ എടുത്ത് ഒരു 2 ബ്ലാക്ക് വെച്ച് ചെവിയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ണും മൂക്കും ഒക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ വാ വരച്ചു കൊടുത്തു. പിന്നെ എൻ്റെ ഈ ബ്ലഷ് എന്ന് പറയുന്നൊരു സാധനം അങ്ങനെ ഇടാനില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സ്കെച്ച് വെച്ച് വരച്ചു കൊടുത്തു. പിന്നെയാണ് ആലോചിച്ചത് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. എന്തായാലും പോട്ടെ. ഇനി നമുക്ക് പെൻസിലെടുക്കാം. കണ്ടില്ലേ പെൻസിലിൻ്റെ ബാക്ക് മുഴുവനും തിന്നിരിക്കുന്നത്? ഇനി നമുക്ക് ഈ പെൻസിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെൻസിലിൻ്റെ ബാക്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു കരടിക്കുട്ടനെ കിട്ടിയില്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? മക്കൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും. പിന്നെ അവർ പെൻസിലിൻ്റെ ബാക്ക് കടിക്കില്ല. ഇത്ര ക്യൂട്ടായിട്ടൊരു സാധനം എങ്ങനെയാണ് കടിച്ച് നശിപ്പിക്കണേ? അപ്പോൾ അവർ കടിക്കില്ല. അടുത്തതായിട്ട് നമ്മുടെ അടിപൊളി ഒച്ചാണ്. ഇതും പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഞാനൊരു പർപ്പിൾ കളറാണ് എടുത്തിട്ടുള്ളത്. പർപ്പിൾ കളർ എടുത്ത് നമ്മൾ ഇങ്ങനെ ചുരുട്ടി വെച്ച് കൊടുക്കുക. ഇനി ഒരു സ്കിൻ കളർ എടുത്ത് നല്ല നീളത്തിൽ പരത്തി കൊടുക്കുക. ജസ്റ്റ് അതൊന്ന് വളച്ചു കൊടുത്തതിന് ശേഷം ഈ ഉരുട്ടിയ പർപ്പിൾ കളറ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഈ സ്കിൻ കളറിൻ്റെ ഒരു ഭാഗം നല്ല കുറച്ച് വീതിയിലും ഒരു ഭാഗം കുറച്ച് വീതി കുറവും. ആ വാൽഭാഗം വരുമ്പോൾ നമുക്ക് കുറച്ച് വീതി കുറച്ച് അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഞാൻ 2 കണ്ണ് സെറ്റ് ചെയ്ത് ഒരു കമ്പിയിലേക്ക് വെച്ച് ആ വീതി കൂടിയ വശത്തേക്ക് നമുക്കിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിരിക്കുന്ന ഒച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒച്ചിൻ്റെ വായും കൂടി സെറ്റ് ചെയ്തെടുത്താൽ ആയിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട്? ഞാനിതുപോലെ ഒരു ഒച്ചിനെയും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പേരായില്ലേ? അപ്പോൾ എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇനി നമുക്ക് ഇവരെ എല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. വെറുതെ ഇങ്ങനെ ഇട്ടേക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിവിടെ കിടന്നൊരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലത്തെ ഒരു സംഭവം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ സൈഡെല്ലാം ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തു. പിന്നെ അകത്ത് ഒരു പോണ്ട് പോലെ സെറ്റ് ചെയ്ത് കൊടുത്തു. അത് ക്ലേ വെച്ച് പരത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഗ്ലൂ ഗണ്ണാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഗ്ലൂ ഗണ്ണെല്ലാം ഞെക്കി പിഴിഞ്ഞ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പുല്ലും അങ്ങനത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട്
ഇത് നമുക്ക് ഡക്കിനെയും ആമയും ഒക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്ത് കുറച്ച് ക്ലേ എടുത്ത് ഒരു പാറക്കല്ല് രൂപത്തിൽ ഇങ്ങനെ ചുരുട്ടി പാറ പോലെയൊക്കെ സെറ്റ് ചെയ്തെടുത്തു. അപ്പം എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.